അവരെന്തിയടാ? അവരൊന്നും വരുന്നില്ലടാ. കുക്കിക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പോവാ. തനിയെ വരുത്തി വെച്ചല്ലേ, പറഞ്ഞാ കേക്കില്ലല്ലോ. ഇന്നലെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ പുറത്തുനിന്ന് ആ പാനിപൂരി വാങ്ങി കഴിക്കണ്ടെന്ന്. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? അവര് തനിയെയാണോ ഹോസ്പിറ്റലിൽ പോന്നേ? അല്ല, ജിമിച്ചാന്റെ കൂടെയാ. ഈ നോസിയും ടയർഡ്നെസ്സും ഒന്നും ഫുഡ് പോയ്സൻ്റെതല്ല. പിന്നെ എന്താ ഡോക്ടർ? ഐ തിങ്ക് ഷീസ് പ്രഗ്നന്റ്. ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. എന്നിട്ട് ടെസ്റ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഡോക്ടർ, പ്രഗ്നൻസി ടെസ്റ്റ് ചിമ്മി, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുട്ടി, നീ ഇത് എന്തായി പറയുന്നേ? പ്ലീസ് ചിമ്മി, നമുക്കൊന്ന് നോക്കാം. എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, കുട്ടി മാരീഡ് അല്ലേ? അത് പിന്നെ, അതെ ഡോക്ടർ. എന്നാ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുക്കി, നീ എന്തിനാ ഡോക്ടറിനോട് നീ മാരീഡ് ആണെന്ന് പറഞ്ഞത്? അല്ല, നിന്റെ കല്യാണം എപ്പോഴാ കഴിഞ്ഞേ? എന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ നീ എന്തിനാ ഡോക്ടറിനോട് അങ്ങനെ പറയാൻ പോയത്? അല്ല, ഇനി എന്തെങ്കിലും അബദ്ധം പറ്റിയോ നിനക്ക്? അബദ്ധം? അത് പിന്നെ, എന്റെ പൊന്നു കുക്കി, നിങ്ങളത് എന്ത് പണിയായി കാണിച്ചേ? വേണമെന്ന് വെച്ച് ചെയ്തതല്ല, പറ്റിപ്പോയതാ. പോട്ടെ, സാരില്ല, നമുക്കെല്ലാം ശരിയാക്കാം. ഹലോ ടേ, നീ വേഗം ഹോസ്പിറ്റലിലേക്ക് വരാൻ നോക്ക്. എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ പറയാം, നീ വേഗം വാ. പിന്നെ നീ ഒറ്റയ്ക്ക് വന്നാ മതി, യുങ്കിച്ചിനെ കൂട്ടണ്ട. എടാ, ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. എന്താടാ, എന്താ കാര്യം? അറിയില്ല, ഷിമ്മി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ ഞാനും വരാം. അത് വേണ്ടടാ, ഞാൻ തനിയെ ചെല്ലാൻ അവള് പറഞ്ഞത്. ഞാൻ പോയിട്ട് വേഗം വരാം. ഷിമ്മി, നീ എന്തിനാ വിളിപ്പിച്ചേ? നീ ചെന്നിട്ട് ആ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണ്. ഗൈനക്കോളജിസ്റ്റിനെയോ? ഞാനെന്തിനാ കാണുന്നേ? അല്ല, യൂങ്കി വല്ല പണിയും പറ്റിച്ചോ? യൂങ്കിച്ചൻ പണി പറ്റിച്ചാല് നിന്നോട് വരാൻ പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. ഇത് നീ പറ്റിച്ച പണിയെ കുറിച്ച് ഡോക്ടറിന് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. അതിനു വേണ്ടിയിട്ടാ നീ അങ്ങോട്ട് ചെല്ല്. ഞാൻ പറ്റിച്ച പണിയോ? അതെ, മറന്നുപോയോ നീ? ഷിമ്മി, മിണ്ടരുത് നീ. നീ ഇതെന്ത് പണിയാടായി കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു വാക്ക് പറഞ്ഞിരുന്നേല് നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരില്ലായിരുന്നോ? വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ഇത് തന്നെ അവളും പറഞ്ഞത്. നീ എന്തായാലും പോയിട്ട് ഡോക്ടറിനെ ഒന്ന് കാണ്. ചായ, തേടെ കയ്യിന്ന് ബൈക്കിന്റെ കീ വാങ്ങ്. എന്നിട്ട് അവരെ കാറിൽ പറഞ്ഞു വിട്. നിങ്ങൾ കാറിൽ പോയിക്കോ. പിന്നെ പോകുന്ന വഴിക്ക് നല്ല പച്ചമാങ്ങ കിട്ടുവാണെങ്കിൽ വാങ്ങിക്കൊടുക്കാൻ മറക്കണ്ട. കുക്കി, ഐ എം സോറി. സോറിയോ? എന്തിന്? അന്ന് നിനക്ക് മാത്രമേ ബോധമില്ലാതിരുന്നുള്ളൂ. ഞാനൊന്ന് നിയന്ത്രിച്ചിരുന്നേല് ഇന്നിങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. നീ ഒറ്റയ്ക്കല്ലല്ലോ ഇരുന്ന് വെട്ടി വെച്ചത്, ഞാനും കൂടിയല്ലേ. ഇനി നമ്മുടെ കുഞ്ഞിന്റെ കാര്യം എന്താകും? നിനക്ക് ഈ കുഞ്ഞിനെ കളയണമെന്നുണ്ടോ? ഇല്ല. എന്നാ എന്തൊക്കെ വന്നാലും ശരി, നമ്മൾ ഈ കുഞ്ഞിനെ വളർത്തും. ഇച്ചായ തേയിപ്പ് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ രണ്ടുപേരും കൂടി കുക്കിയുടെ വീട്ടിലേക്ക് ചെല്ലാനെന്ന്. ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോന്നെ? അറിയില്ല, എന്തോ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് അവൻ പറഞ്ഞത്. അവനവിടെ ഉണ്ടെന്ന്. നീ എന്തിനാ എല്ലാരെയും വിളിപ്പിച്ചേ? എന്താ കാര്യം? അത് പിന്നെ, എനിക്ക് കല്യാണം കഴിക്കണം. നീ തന്നെയല്ലേ പറഞ്ഞത് നിനക്കിപ്പോ കല്യാണമൊന്നും വേണ്ടാന്ന്? അത് അപ്പോഴല്ലേ. ഇപ്പൊ ഞാൻ തീരുമാനമൊക്കെ മാറ്റി. എനിക്ക് കല്യാണം കഴിക്കണം. നിനക്ക് ഇഷ്ടമുള്ള പെൺകൊച്ചാരാണെന്ന് നീ ഇതുവരെയായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഞങ്ങൾ കല്യാണം നടത്തുന്നേ? അത് പിന്നെ, എനിക്ക് കുക്കിയാ ഇഷ്ടം.